വയനാട് മാനന്തവാടിയിൽ ആളെ കൊന്ന കാട്ടാന ബേലൂർ മഗ്നയെ മയക്കുവെടിവെച്ച് പിടികൂടാനുള്ള വനം വകുപ്പിന്റെ ശ്രമം രണ്ടാം ദിനവും തുടരുകയാണ്. ബാവലി മണ്ണുണ്ടി കോളനിക്ക് സമീപത്തെ വനത്തിൽ ആന RRT സംഘത്തിന്റെ നിരീക്ഷണത്തിലാണ്. വനത്തിലൂടെ അതിവേഗത്തിൽ സഞ്ചരിക്കുന്ന ആനയുടെ ലൊക്കേഷൻ മാറുന്നത് തിരിച്ചടിയാണ്. അനുകൂല സാഹചര്യമുണ്ടായാൽ ആനയെ മയക്കുവെടിവെക്കുമെന്ന് വനം വകുപ്പ് അറിയിച്ചു. മണ്ണുണ്ടി കോളനിക്ക് സമീപം ചെമ്പകപ്പാറ വനത്തിൽ ആനയെ രാവിലെ തന്നെ ട്രാക്ക് ചെയ്തു. 4 കുങ്കിയാനകളുടെ സഹായത്തോടെ നിരീക്ഷണം ഇവിടെ തുടരുകയാണ്. ഏറുമാടം കെട്ടി മരത്തിനു മുകളിലിരുന്നും ആനയുടെ നീക്കങ്ങൾ നിരീക്ഷിക്കുന്നുണ്ട്. റേഡിയോ സിഗ്നലുകൾ കൃത്യമായി ലഭിക്കാത്തതും ഒരാൾപ്പൊക്കത്തിലുള്ള കുറ്റിക്കാടുകളും ആനയെ മയക്കുവെടിവെക്കുന്നതിന് തിരിച്ചടിയാണ്. ഉചിതമായ സ്ഥലത്തെത്തിയാൽ മയക്കുവെടിവെക്കാനാണ് വനം വകുപ്പിന്റെ നീക്കം. ഇപ്പോൾ ഇന്നലെ നിന്നിരുന്ന അതേ സ്ഥലത്ത് തന്നെയാണ് ആനയുള്ളത്, ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. കുങ്കിനെ വെച്ചിട്ടായിരുന്നു ഇന്നലെ പോയത്. അതേപോലെ ഇന്ന് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അതിൽ കൂടുതൽ നമ്മളൊരു ട്രീ ഹട്ടുമേൽ കയറി നിന്നിട്ട് ഡാറ്റ് ചെയ്യാൻ പറ്റുന്നതിനുള്ള ശ്രമമാണ് നടത്താൻ പോകുന്നത്. 200 അംഗ ദൌത്യസേനയെയാണ് മിഷൻ ബേലൂർ മഗ്നയ്ക്കു വേണ്ടി നിയോഗിച്ചിട്ടുള്ളത്. ദൌത്യസംഘം 10 ടീമായി പിരിഞ്ഞ് കാട്ടാൻ എത്തിച്ചേരുവാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ നിരീക്ഷണം തുടരുകയാണ്. മയക്കുവെടി വെച്ചാൽ ആനയെ മുത്തങ്ങയിലേക്ക് മാറ്റും. കർണാടക വനത്തിലേക്ക് കടക്കാതിരിക്കാനും ശ്രമം നടത്തുന്നുണ്ട്. ആനയെ പിടികൂടാൻ വൈകുന്നതിൽ പ്രതിഷേധിച്ച് മാനന്തവാടി DFO ഓഫീസ് BJP യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഉപരോധിച്ചു. തിരുനെല്ലി പഞ്ചായത്തിലും മാനന്തവാടി നഗരസഭയിലെ കുറുവ, കുറുക്കൻമൂല, പയ്യമ്പള്ളി, കാടംകൊല്ലി ഡിവിഷനുകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കളക്ടർ ഇന്ന് അവധി നൽകി. റിപ്പോർട്ടർ, വയനാട്.